2026 ഫിഫ ലോകകപ്പ് 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൻ്റെ 23-ാം പതിപ്പാണ് 2026 ഫിഫ ലോകകപ്പ്. 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ഈ ടൂർണമെൻറ്റ് നടക്കാനിരിക്കുന്നത്. USA-യിൽ 11, മെക്സിക്കോയിൽ 3, കാനഡയിൽ 2 എന്നിങ്ങനെ 16 നഗരങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. 3 രാജ്യങ്ങൾ ആതിഥേയമരുളുന്ന ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പാണിത്. മുൻപുണ്ടായിരുന്ന 32 ടീമുകളുടെ ഘടന വിപുലീകരിച്ച് 48 ടീമുകളെ ഉൾപ്പെടുത്തുന്നതും ഇതാദ്യമാണ്. ക്വാർട്ടർ ഫൈനൽ മുതലുള്ള എല്ലാ മത്സരങ്ങളും ഉൾപ്പെടെ 60 മത്സരങ്ങൾക്ക് അമേരിക്ക ആതിഥേയത്വം വഹിക്കുമ്പോൾ അയൽരാജ്യങ്ങളായ കാനഡയും മെക്സിക്കോയും 10 മത്സരങ്ങൾ വീതമാണ് ആതിഥേയത്വം വഹിക്കുന്നത്. മോസ്കോയിൽ നടന്ന 68ാമത് ഫിഫ കോൺഗ്രസിലെ അന്തിമ വോട്ടിങ്ങിൽ യുണൈറ്റഡ് 2026 ബിഡ് ബൈ മൊറോക്കോയെ പരാജയപ്പെടുത്തി ആതിഥേയത്വം കരസ്ഥമാക്കി. 2002 ശേഷം ഒന്നിലധികം രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ലോകകപ്പാണിത്. 1970, 1986 ടൂർണമെൻറ്റുകൾക്ക് ആതിഥേയത്വം വഹിച്ചതോടെ 3 തവണ പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന അല്ലെങ്കിൽ സഹ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ മാറും. 1994 അമേരിക്ക അവസാനമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡ ഇതാദ്യമായാണ് പുരുഷ ടൂർണമെൻറ്റിന് ആതിഥേയത്വമോ സഹ ആതിഥേയത്വമോ വഹിക്കുന്നത്. 2022 ഖത്തർ ലോകകപ്പ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നവംബർ-ഡിസംബർ മാസങ്ങളിലായി സംഘടിപ്പിച്ചെങ്കിലും ഇത്തവണ പരമ്പരാഗത രീതിയിൽ ജൂൺ ജൂലൈ മാസങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആതിഥേയ രാജ്യങ്ങളായതിനാൽ കാനഡ, മെക്സിക്കോ, USA എന്നീ രാജ്യങ്ങൾ സ്വാഭാവികമായ യോഗ്യത നേടി. കാബോ വെർഡെ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, കുറക്കാവോ എന്നീ രാജ്യങ്ങൾ ഇതാദ്യമായാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. 2022 മൂന്നാമത്തെ തവണ കിരീടം നേടിയ അർജൻറ്റീനയാണ് അവസാന ലോകകപ്പിലെ ജേതാക്കൾ. യോഗ്യത നേടിയ ടീമുകളെയും അവരുടെ ആരാധകരുടെയും വിസ സംബന്ധിച്ച വിഷയങ്ങളിൽ USA സ്വീകരിച്ച നയം, ഇറാൻ-USA യുദ്ധസമയത്തുള്ള ഇറാൻ ടീമിൻ്റെ പങ്കാളിത്തം, ഫിഫ നിശ്ചയിച്ചിരിക്കുന്ന ടിക്കറ്റ് വിലയിലെ മാറ്റങ്ങൾ എന്നീ പ്രതിസന്ധികൾ ഈ ടൂർണമെൻറ്റിൻ്റെ സജ്ജീകരണ സമയത്ത് ചർച്ചയായിരുന്നു. 2013 ഒക്ടോബറിൽ UEFA-യുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന മൈക്കിൾ പ്ലാറ്റിനി ടൂർണമെൻറ്റ് ടീമുകളെ വിപുലീകരിച്ച് 40 ആക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയും 2016 മാർച്ചിൽ ഈ ആശയം നിർദ്ദേശിച്ചു. അങ്ങനെ 32 ടീമുകളുടെ ഘടനയിൽ നിന്ന് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ 2016 ഒക്ടോബർ 4 പ്രഖ്യാപിച്ചു. 4 വിപുലീകരണ ഓപ്ഷനുകളും പരിഗണിച്ചു. 40 ടീമുകളായി വികസിപ്പിക്കുക, 5 ടീമുകളുടെ 8 ഗ്രൂപ്പുകൾ, 88 മത്സരങ്ങൾ. 40 ടീമുകളായി വികസിപ്പിക്കുക, 4 ടീമുകളുടെ 10 ഗ്രൂപ്പുകൾ, 76 മത്സരങ്ങൾ. 48 ടീമുകളായി വികസിപ്പിക്കുക, 32 ടീം പ്ലേ ഓഫ് റൗണ്ട് ആരംഭിക്കുന്നു, 80 മത്സരങ്ങൾ. 48 ടീമുകളായി വികസിപ്പിക്കുക, 3 ടീമുകളുടെ 16 ഗ്രൂപ്പുകൾ, 80 മത്സരങ്ങൾ. ഇങ്ങനെയായിരുന്നു ഓപ്ഷനുകൾ വെച്ചിരുന്നത്. 2026 ഏപ്രിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് ഉൾപ്പെടെയുള്ള സമ്മാനത്തുകകൾ ഫിഫ സ്ഥിരീകരിച്ചു. ഈ ലോകകപ്പ് പതിപ്പിൻ്റെ ആകെ സമ്മാനത്തുക $87 ദശലക്ഷമായിരിക്കും. അവസാന പതിപ്പിനേക്കാൾ $431 ദശലക്ഷം വർധനവ്. പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്മാനത്തുകൾക്ക് പുറമെ യോഗ്യത നേടിയ എല്ലാ ടീമുകൾക്കും യോഗ്യതാ തുകയായ $10 ദശലക്ഷം മത്സരത്തിന് മുൻപായി $2.5 ദശലക്ഷം പരിശീലനത്തിനുള്ള തുകയായി ലഭിക്കും. ടൂർണമെൻറ്റ് അവസാനം പോയിൻ്റ് പട്ടികയിലെ സ്ഥാനം അടിസ്ഥാനമാക്കി പ്രകടനത്തിനുള്ള സമ്മാനത്തുകകൾ നിശ്ചയിക്കുകയും ചെയ്തു. ടൂർണമെൻറ്റിൻ്റെ അവസാനത്തിൽ താഴെ പറയുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. ഗോൾഡൻ ബൂട്ട്, ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ നേടിയതിനുള്ള പുരസ്കാരം. ഗോൾഡൻ ഗ്ലൗ, ടൂർണമെൻറ്റിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം. ഗോൾഡൻ ബോൾ, ടൂർണമെൻറ്റിൽ ആകമാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള പുരസ്കാരം.
ഫിഫ യങ് പ്ലെയർ പുരസ്കാരം 21 വയസ്സിൽ താഴെയുള്ള ടൂർണമെൻറ്റിൽ ആകമാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള പുരസ്കാരം. ഫിഫ ഫെയർ പ്ലേ ട്രോഫി നോക്കൗട്ട് ഘട്ടത്തിലെത്തിയ മികച്ച അച്ചടക്ക നിലവാരം പുലർത്തിയ ടീമിനുള്ള പുരസ്കാരം.